കൂടവേ പൊറക്കണു ഉണക്കാകണം ഇരിക്കണു എപ്പോതുമേ. പാട് 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 പാട്. കൂടവേ ഇത് ജിറാഫ് എങ്ങനെ പാടുന്നേ? കൂടവേ പൊറക്കണോ. അപ്പൊ ശിങ്ക എങ്ങനെ പാടും? എന്തോ അപ്പച്ചെ കാണാൻ എന്തോ ഒരു മാറ്റം പോലെ. നിനക്ക് തോന്നിയല്ലേ? നിന്റെ അമ്മ ഒരുക്കിയതാടാ. കൊള്ളാവോ? അപ്പച്ചന് ഇപ്പഴൊരു ഭംഗി കിട്ടിയത്. ഇതിനു മുമ്പ് എന്താ എന്നെ ഭംഗിയില്ലായിരുന്നോ? എന്താ വെച്ചാ നമ്മുടെ സുധാകരന്റെ മോളെ കല്യാണം നിശ്ചയിച്ചെന്ന്. ആരുടെ? മഞ്ജിമയുടെയോ? ഓ, അവൻ ഭയങ്കര സന്തോഷത്തിലാ. അതിനാ കൊച്ചിന് 18 വയസ്സും കണ്ടല്ലേ ആയുള്ളൂ. അത് ഞാനും ചോദിച്ചു. പക്ഷെ ഈ ലോക്ക്ഡൌൺ സമയത്ത് കെട്ടിച്ചാണെന്ന് അവൻ പറയുന്നത്. ചെലവ് ഭയങ്കര കുറവല്ലേ? ഓ, അതായിരിക്കും അങ്ങനെ അത്ര സന്തോഷല്ലേ. പിന്നെ അല്ലാതെ ഇനി എന്താ ലോക്ക്ഡൌൺ പറഞ്ഞത് ആർക്കറിയാം. അടുത്ത ലോക്ക്ഡൌൺ നമുക്ക് ആമിനെ കെട്ടിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് പ്ലീസ് ഒരു കല്യാണം ചേട്ടാ. നമ്മുടെ മഞ്ജിമയുടെ കല്യാണം ഉറപ്പിച്ചു പോലും. സുധാകരൻ മാമന്റെ മോളെ മഞ്ജിമ. ഓ, ലോക്ക്ഡൌൺ സമയത്ത് ചെലവ് കുറയ്ക്കാൻ വേണ്ടി ചെയ്തതാ. അയ്യോ, പ്രായം കുറവാണ്. എന്തോന്ന് പറയാൻ? പ്രായം കുറവായതുകൊണ്ടല്ല, അത് ആശ അറിഞ്ഞ ആകെ പ്രശ്നമാവും. അതെന്താ? മഞ്ജിമ ഒരുക്കണോന്ന് പറയുമെന്ന്. അവള് പുതിയ പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ബ്യൂട്ടീഷ്യൻ ആവണമെന്ന്. ഒരുക്കട്ടെന്ന്. 18 വയസ്സിന് മുമ്പേ കല്യാണം കഴിക്കണതിന്റെ വിഷമത്തിലായിരിക്കും അവൾ ഇരിക്കണേ. അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു ദ്രോഹം കൂടെ ചെയ്യണോ? അച്ഛാ, അങ്ങനെ പറയരുത്. അമ്മയ്ക്ക് നല്ല കഴിവുണ്ട്. അപ്പച്ചെ കണ്ടില്ലേ? ഇങ്ങോട്ട് നോക്കി. നല്ല രസല്ലേ? അവൾ ഒരുക്കിയതാണ്. നന്നായിട്ടുണ്ട്. അതാ പറഞ്ഞേ. ഇതുപോലല്ല കല്യാണം. ഇതുപോലൊക്കെ തന്നെയാ കല്യാണം. ചേട്ടൻ എന്തറിയാം? നിനക്കെന്തെന്നറിയാം? 10-25,000 രൂപ മുടക്കിയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കണമെന്നാണ് അവള് പറയണേ. മഞ്ജിമയുടെ കല്യാണത്തിന് ഒരുക്കാനൊക്കെ പോയാൽ അവരൊന്നും പൈസ വാങ്ങിക്കാൻ പറ്റൂല. അവസാനം ആ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കും. പിന്നെ അതുമല്ല, ആ അഴകമ്മയുടെ ഗുണ്ടകളൊക്കെ വന്ന് ആകെ ഇടിയായിരുന്നു. ഇടി ഗുണ്ടകളോ? നീ കൂടുതലൊന്നും അറിയണ്ട. അവൾ അറിയില്ല മക്കളെ. നിങ്ങൾ അവർ അമ്മയുടെ അടുത്ത് പറയല്ലോ കേട്ടോ. പറയോ? എനിക്ക് നിന്നെയാണ് വിശ്വാസമില്ലാത്ത. ഇനി എന്തൊക്കെ കാണാൻ കിടക്കണമെന്തോ. കല്യാണത്തിന്റെ തലേന്നേ പറയാവൂ. അതിനു മുമ്പേ പറയല്ലേ. അതിനു മുമ്പ് അറിഞ്ഞാ എന്ത് ചെയ്യും? അറിയരുത്. ഓക്കെ. അറിയല്ലേ? ഞാൻ ചത്താലും പറയില്ല. സമ്പുത്തേത്തനെ വേണോ ആമിത്തെത്തിയെ വേണോ? അയ്യോ, തഴഞ്ഞടി നിന്നെ. പള്ളിച്ചേച്ചിനെ മതി, അമ്മൂമ്മനെ വേണ്ടാന്ന്. 5000 + 5000 10000. പിന്നെയും വേണം ഒരു 20,000 രൂപ കൂടെ. നിങ്ങൾക്ക് കുറെ നേരമായില്ലേ ഈ കണക്ക് കൂട്ടുന്ന? വല്ലതും നടക്കുവോ? എൻ്റെ ചേട്ടത്തി ഒറ്റയടിക്ക് 30,000 ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഈ വലിയ പാൻറ് ഇട്ടുകൊണ്ട് നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? പക്ഷെ നീ അല്ലേ പറഞ്ഞ റെഡിയാക്കാന്ന്. ചേട്ടത്തി ഒന്ന് സമാനപ്പെട്ട് നമുക്ക് അതിന് വഴി ഉണ്ടാക്കാം. എന്ത് വഴിയോ? അതൊക്കെ ഞാൻ റെഡിയാക്കി തരാം. ആദ്യം എൻ്റെ കമ്മീഷൻ്റെ കാര്യം പറ. കമ്മീഷൻ്റെ ഇടയിൽ നമ്മൾ തുടങ്ങി കഴിഞ്ഞിട്ടല്ലേടാ കമ്മീഷൻ്റെ കാര്യമൊക്കെ. നീ എന്തൊരു പഞ്ചനാ. എൻ്റെ ചേട്ടത്തി ബിസിനസ് ഈസ് ബിസിനസ്. അതുകൊണ്ട് എനിക്ക് എന്തായാലും 40% കമ്മീഷൻ വേണം. 40%? 5% തരാം. 95% എനിക്ക്. എന്നാ 90% ഇവിടെ കൈവച്ചോണ്ടിരുന്നു. ഞാൻ എൻ്റെ പാട്ടിന് പോവാ. എടാ പോവല്ലേ, അവിടെ ഇരിക്കേ. എന്നാ 10% തരാം നിനക്ക്. എടാ ഞാനല്ലേ പണിയെടുക്കുന്നേ. 10% മതി. എൻ്റെ ചേട്ടത്തി ഞാൻ നേരായ വഴിക്കല്ല വർക്ക് കുടിക്കുന്നത്. ഈ ബ്ലാക്ക് മെയിൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണ്. എനിക്ക് എന്തായാലും ഒരു 30% കമ്മീഷൻ വേണം. 30 എന്തായാലും നടക്കത്തില്ല. എന്നാ ഒരു 20%. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, 25%. എന്നാ 25%. എന്നാലും വഴിയുണ്ട്. മോഷണം. മോഷണമോ? പൊടർക്കാം. അയ്യോ, അന്യരുടെ വീട്ടിൽ നിന്നല്ല മോട്ടിക്കുന്നേ, ഇവിടുന്ന് തന്നെ നമുക്ക് മോട്ടിക്കുക. വീട്ടിൽ നിന്നോ? ആരുടെ അടുത്ത്? അച്ഛൻ്റെ. അച്ഛൻ ഒരു സാധനം ഇങ്ങനെ പൂർത്തി വെച്ചിട്ടുണ്ട്. നമുക്കത് നൈസായിട്ട് പൊക്കാം. എന്തോ? സ്വർണ്ണക്കരണ്ടി. സ്വർണ്ണക്കരണ്ടിയോ? അതെവിടുന്നോ? അച്ഛനെ കഞ്ഞി കുടിക്കാൻ പോലും താഴെ ഇറങ്ങാതെ പ്ലെയിൻ പറത്തിക്കൊണ്ട് നടന്നപ്പോൾ ഏതോ ഒരു പട്ടാളക്കാരൻ മേധാവി സമ്മാനം കൊടുത്തെന്ന് അച്ഛൻ പറയുന്നു. പക്ഷേ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് കളഞ്ഞു കിട്ടിയതാ. അച്ഛനല്ലേ, കറക്റ്റ് ആയിരിക്കും. പക്ഷെ ഇത് പറ്റത്തില്ല, മോഷണമൊന്നും പറ്റത്തില്ല, മോഷ്ടിക്കാൻ പറ്റത്തില്ല. എൻ്റെ ചേട്ടത്തി അച്ഛനെടുത്ത് പൂഴ്ത്തി വെച്ചിരിക്കുമല്ലേ, നമുക്കത് നൈസായിട്ട് എടുത്ത് പണയം വെക്കാം. ചേട്ടത്തി പൈസ എടുത്ത് തിരിച്ചു വെച്ചാൽ മതി. എൻ്റെ ചെറുക്ക അതൊന്നും നടക്കുന്ന കാര്യമല്ല, മോട്ടിക്കാൻ പറഞ്ഞു. ചേട്ടത്തിക്കേ പപ്പടം ഉണ്ടാക്കാൻ അറിയാമോ? എന്തിനാ? എന്നാ ഒരു കാര്യം ചെയ്യണം, റോഡിൽ കൂടെ പപ്പടം ചുമന്നോട്ടങ്ങ് നടന്നോ, അതേ നടക്കും. പിന്നെ അല്ലാതെ കക്കാനും നമ്മയ്ക്ക് തരുന്ന വെച്ചത് വല്ലാത്ത കഷ്ടം കേട്ടോ. പിന്നെ ആര് കേൾക്കാനാ? ഒന്ന് കേക്കത്. ഇത് മോട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പരിപാടിയും നടക്കും. ഞാനില്ല. അമ്മേ, നമ്മളെ
ആ ബ്യൂട്ടീഷ്യൻ അഴകമ്മ ചേച്ചി ഇല്ലേ അമ്മയ്ക്ക് അവർ നേരിട്ട് പരിചയമുണ്ടോ? പിന്നെ അവിടെ പിങ്കിയുടെ കല്യാണത്തിന് അവളല്ലേ മേക്കപ്പ് ചെയ്ത്? എന്റെ പൊന്നോ, എന്റെ കല്യാണത്തിനെ പറ്റി ഓർമ്മിപ്പിക്കല്ലേ. കുമ്മായത്തിൽ വീണ പോലല്ലേ ഞാൻ ഉണ്ടായിരുന്നെ. പക്ഷെ അവരാളെങ്ങനെയാ? അത് പാവാ. എന്താണെന്നറിയോ, നമ്മള് കുറച്ചുകൂടെ വെളുപ്പിച്ചു തരാന്ന് പറഞ്ഞിട്ടാണ് ഇടുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്കൊന്നും തിരിച്ച് പറയാൻ തോന്നില്ല. പാവം. എന്നാലും ഈ പാവത്തിനെ കുറിച്ച് നിന്റെ ചേട്ടൻ എന്താ പറഞ്ഞെന്നറിയോ? ബ്യൂട്ടീഷ്യന്മാരുടെ ഇടയിലെ ദാവൂദ് ഇബ്രാഹിം ആണ് ഇവര്. ഞാനെങ്ങാനും ബ്യൂട്ടീഷ്യൻ ആവണമെന്ന് പറഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ അവരെന്നെ ഗുണ്ടകളെ വിട്ട് തല്ലിക്കുന്നു. ഗുണ്ടകളെ വിട്ട് തല്ലിക്കാൻ പോയിട്ട് ഗുണ്ട എന്ന് പറയാൻ പോലും അവർക്ക് ആവതില്ല. നാട്ടും കല്യാണത്തിന് കണ്ടിട്ടില്ലേ അവരെ? ആ പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ലടി. ഒരു പാവം പിടിച്ച സ്ത്രീയാ. ചുമ്മാതല്ല. ചേട്ടത്തിക്ക് പൈസ ഇട്ടാനുള്ള വഴി റെഡി ആയിട്ടുണ്ട്. ഇതാ പിടിച്ചോ. ഇതെന്താടാ? ഇതാണ് ലോണിന്റെ ഫോം. ഇതിനകത്ത് ചേട്ടത്തി 20 ലക്ഷം രൂപ വരെ ലോൺ എടുക്കാൻ പറ്റും. 96 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. അയ്യോ, എനിക്ക് 20 ലക്ഷം രൂപ ഒന്നും വേണ്ട, എനിക്ക് 30,000 രൂപ വരെ. എന്റെ പൊന്നെ, 20 ലക്ഷം രൂപ വരെ എടുക്കാൻ പറ്റും എന്നാ പറഞ്ഞത്. 30,000 എടുത്താ മതി. ആ എന്നാ നമുക്ക് ഉത്തോണ്ടനെ ജാമ്യക്കാരനായിട്ട് നിർത്തിയിട്ട് 30,000 രൂപ ലോൺ എടുക്കാം അല്ലേ? അവിടാണ് ട്വിസ്റ്റ്. ഈ ലോണിന് ആരും ജാമ്യം നിൽക്കേണ്ട കാര്യമില്ല. ചേട്ടത്തി തന്നെ ചേട്ടത്തിലെ ജാമ്യം നിൽക്കുന്നത്. അത് ശരിയാവത്തില്ല. എങ്ങാനും എന്നെ ഈ മേക്കപ്പിന് ആരും വിളിച്ചില്ലെങ്കിലോ? ഓ, ഇപ്പൊ അങ്ങനെ ആയല്ലേ. നേരത്തെ എന്തോ മലമറിക്കെന്ന് പറഞ്ഞു നിന്നല്ലേ. ഇപ്പൊ റിസ്ക് എല്ലാം കൂടെ മണ്ടയ്ക്ക് വന്നപ്പോ നൈസായിട്ട് സ്കൂട്ടായില്ലേ? എടാ സ്കൂട്ടായതല്ലടാ. പിന്നെ എന്നാലും എങ്ങാനും എന്തെങ്കിലും ഒന്ന് പാളിപ്പോയി കഴിഞ്ഞാലേ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേ, നീ തിരിച്ചുകൊണ്ട് അവിടെ കൊടുത്തിട്ടേ ഉത്തോണ്ട ജാമ്യക്കാരനായിട്ട് നിർത്താൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ലോണിന്റെ ആപ്ലിക്കേഷൻ മേടിച്ചിട്ടോ. ഞാൻ തന്നെ പോണോ?